ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മൈ ഡ്രീം മലൂട്ടിയിലേക്ക് സ്വാഗതം. ഇതൊരു പഴയ സാരിയാണ് കേട്ടോ. അത് വെച്ച് നമുക്കൊരു ഫ്രോക്ക് തയ്ക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് തുണി 4ആയിട്ട് മടക്കി വെക്കണം. ഈ മടക്ക് ഭാഗം നമ്മുടെ അടുത്തേക്ക് വരണം. അപ്പോൾ ഞാൻ ഈ കസവങ്ങ് വെട്ടിക്കളയും കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഷോൾഡറാണ്. ഷോൾഡർ ഈ തുമ്പത്തുനിന്ന് ഇങ്ങോട്ടേക്കാണ് നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തേണ്ടത്. ഷോൾഡർ 7.5. അപ്പോൾ ഈ തുമ്പത്തുനിന്ന് നമ്മൾ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് എടുത്തിട്ട് 7.5 എവിടെയാണോ വരുന്നത് അവിടെ ഒരു അടയാളം കൊടുക്കുക. ഇവിടെയാണ്. ഇനി ആം ഹോൾ ആ ഷോൾഡറിൻ്റെ പോയിന്റിൽ നിന്ന് തന്നെ താഴത്തോട്ട്. ആം ഹോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് 7.5ആണ്. അപ്പോൾ നമ്മൾ നേരെ താഴത്തോട്ട് ആം ഹോൾ വരും. നേരെ നമ്മളൊരു സ്ട്രൈറ്റ് ലൈൻ കൊടുക്കണം. അടുത്തത് വേണ്ടത് ഈ ആം ഹോൾ വന്നിരിക്കുന്ന ആ കറക്റ്റ് പോയിന്റിൽ നമ്മൾ ചെസ്റ്റ് അളവ് എടുക്കുന്നത്. ചെസ്റ്റ് അളവ് നമ്മൾ ഫുൾ ചെസ്റ്റ് അളവിൽ നിന്ന് 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് എത്രയാണ് കിട്ടുന്നത് അതാണ് നമ്മുടെ ചെസ്റ്റ് അളവ്. എൻ്റെ ചെസ്റ്റ് അളവ് 9.5. പിന്നെ നമുക്ക് ഇത് തയ്യൽ തുമ്പ് വേണമല്ലോ. അപ്പോൾ തയ്യൽ തുമ്പ് ഞാൻ ഇടുന്നത് 2ആണ്. ഇതൊന്ന് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. അതും സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു. ഈ ചെസ്റ്റ് അളവുണ്ടല്ലോ, ഈ ചെസ്റ്റ് അളവ് അങ്ങോട്ടേക്കാണ് നമ്മൾ ആം ഹോൾ കുഴിച്ച് വരയ്ക്കുന്നത്. അപ്പം മേളിൽ നിന്ന് തന്നെ ചെറുതായിട്ടൊന്ന് പുറത്തേക്ക് ഇങ്ങനെ കുറച്ചായിട്ട് എടുക്കാം. നമ്മൾ മേളിൽ നിന്ന് ഇങ്ങനെ കുറച്ചെടുത്തെടുത്ത് കൊണ്ടുവന്ന് ഇവിടെ വരുമ്പോൾ താഴത്ത് വരുമ്പോൾ ചെറുതായിട്ടൊന്ന് വളച്ച് നമ്മൾ ആ ചെസ്റ്റ് അളവിലേക്ക് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ കൈക്കുഴി വളയ്ക്കുന്നത്. അപ്പം നമ്മൾ കൈക്കുഴി വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഴുത്ത്. ഈ തുമ്പറ്റത്തുനിന്ന് ആദ്യം കഴുത്തിൻ്റെ വിട്ട് നോക്കണം. അത് 3. ആ കറക്റ്റ് പോയിന്റിൽ നിന്ന് താഴത്തോട്ട് എടുക്കണം. അത് ഞാൻ 4ആണ് എടുക്കുന്നത്. ബാക്കിലും ഫ്രണ്ടിലും ഒരേ കഴുത്തായിട്ട് എടുക്കാറ്. എൻ്റെ കഴുത്ത് ഇച്ചിരി ഇടുങ്ങിയ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ 4. നമുക്ക് കൂടുതലെടുക്കണമെങ്കിൽ കൂടുതലെടുക്കാം. 2 ആണെങ്കിൽ വെട്ടുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം ഞാൻ എൻ്റെ സെയിം ആയതുകൊണ്ട് വെട്ടാൻ ബുദ്ധിമുട്ടില്ല. ഇനി നമുക്ക് നെക്സ്റ്റ് ഷേപ്പ് ഞാൻ എടുക്കുന്നത് എനിക്ക് ഈ മുകളിലത്തെ പോയിന്റിൽ നിന്ന് 14 വരുന്ന പോയിന്റിലാണ് ഞാൻ ഷേപ്പ് അളവ് എടുക്കുന്നത്. ഷേപ്പ് വരുന്നത് 8.5. അപ്പോൾ 8.5യിൽ നമ്മളൊന്ന് പോയിന്റ് കൊടുക്കുക. അതിന് ശേഷം മേളിലെടുത്ത് സെയിം സീമല വെച്ച് തയ്യൽ തുമ്പ് അതും മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ മേളിലത്തെ ചെസ്റ്റ് അളവിൽ നിന്ന് താഴത്തെ ഷേപ്പ് അളവിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. അതുപോലെ തന്നെ സീമല വെച്ചിലും ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. ഇനി അടുത്തത് ഹിപ്പ്. മേളിൽ നിന്ന് ഒരു 20, അത് ഹിപ്പ് അളവ്. അതും ഒന്ന് നീട്ടി വരച്ചു കൊടുക്കുക. 9 കേട്ടോ വരുന്നത്. സീമല വെച്ച് 2, അതും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇനി ലെങ്ത്ത്. താഴെ ഒരു ചെറിയൊരു എക്സ്ട്രാ ഫ്രില്ല് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലെങ്ത്ത് ഞാൻ ആ ഫ്രില്ല് വെക്കുന്നത് ഒരു 6 ഇഞ്ച് നീളത്തിലാണ് ഫ്രില്ല് വെക്കുന്നത്. 40 എടുത്താൽ മതി. ലെങ്ത്ത് 40. താഴെ വിരിവ് വരാൻ പാടില്ല. ഫ്രോക്ക് പോലെയാണ് തയ്ക്കുന്നത്. അപ്പം മാക്സിമം മേളിലോട്ട് വിരിവ് വരാൻ പാടില്ല. അതിങ്ങനെ ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. ഇനി നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കട്ടെ. ഇങ്ങനെ നമ്മൾ താഴത്തേൽ ഇത്രയും വിരിവ് കൊടുക്കുമ്പോൾ നമ്മൾ യോജിപ്പിച്ച് വരുമ്പോൾ അതിനൊരു ഈ സൈഡ് തൂങ്ങിക്കിടക്കും. ഈ സൈഡ് തൂങ്ങിക്കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അത് വെട്ടുമ്പോൾ തന്നെ ഈ താഴത്തെ ആ പോയിന്റിൽ നിന്ന് ഒരു 3 ഇഞ്ച് മേളിലേക്ക് അടയാളപ്പെടുത്തിയിട്ട് 3 ഇഞ്ച് മേട്ടക്കടയാളപ്പെടുത്തിയിട്ട് ഇവിടുന്ന് തന്നെ ചെറിയൊരു കേർവിട്ട് നമ്മൾ ആ 3 ഇഞ്ച് ഷേപ്പ് അടിച്ചൊന്ന് വെട്ടിക്കളയണം. അപ്പോൾ ഈ താഴെ ഇങ്ങനെ തൂങ്ങി കിടക്കില്ല. കൈക്കുഴി വെട്ടാം. അപ്പം നമ്മൾ ഇത് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കഴുത്ത് ഞാൻ തയ്ക്കണ സമയത്താണ് വെട്ടണുള്ളൂ കേട്ടോ. കഴുത്ത് വെട്ടണത് തയ്ക്കുന്ന ടൈമിലാണ് വെട്ടണുള്ളൂ. കാരണം കഴുത്തിന് എനിക്ക് എക്സ്ട്രാ ഈ കസവിൻ്റെ അതൊന്ന്
ബോർഡർ വെക്കണം എന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കഴുത്ത് വെട്ടുന്നില്ല കേട്ടോ. ഇത് പഴയ ഒരു സാരിയാണ് കേട്ടോ. ഞാൻ വീട്ടിലിടാൻ വേണ്ടിയിട്ടാണ് ഇത് തയ്ക്കുന്നത്. അടിയിൽ ഫ്രില്ല് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പീസ് വെട്ടിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇത്രയും വിരിവ് മതി. അപ്പോൾ ഇത്രയും വിരിവാഴ്ചയാണ് ഞാൻ എടുത്തേക്കുന്നത്. ചെറിയൊരു ഫ്രില്ലാണ് കൊടുക്കണേ, ഒരുപാട് വിരിഞ്ഞ് കിടക്കാൻ പാകത്തിനല്ല. അപ്പോൾ ഇത്രയും മതി. കയ്യിൽ നിന്ന് ഞാനൊരു പഫ് സ്ലീവാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. 4 മടക്കി വയ്ക്കുക. ഫസ്റ്റ് ഇറക്കാം. ലെങ്ത്ത് എൻ്റെ 6.5 6.5 പ്ലസ് സീം അലവൻസ് 1.5, മൊത്തം 8. ഇനി അടുത്തത് അപ്പറാമിൽ 8 എൻ്റെ വണ്ണം. സീം അലവൻസ് 1.5 ഇഞ്ച്. ഇനി ഞാൻ പഫ് സ്ലീവ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് 3 ഇഞ്ചിൽ ഞെറുവിട്ടാണ്. അതും കൂടെ അടയാളപ്പെടുത്തി. മൊത്തം ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമ്മുടെ ഏറ്റവും അവസാനത്തെ അളവിൽ നിന്ന് കൈക്കുഴി 3 എടുത്തിട്ടുണ്ട്. അടിയിൽ ലോവർ ആം വിഡ്ത്ത് എന്ന് പറയുന്നത് 6.5, സീം അലവൻസ് 1.5. അടിയിലും ഞാൻ മേളിലത്തെ പോലെ തന്നെ പഫ് വയ്ക്കുന്നത് 3 ഇഞ്ചിൽ. അപ്പം ഇത്രയാണ് അതിൻ്റെ അളവ് വരുന്നത്. അത് നമുക്കൊന്ന് നീക്കി വരയ്ക്കാം. ഇനി ഇതൊന്ന് നീട്ടി വരച്ച് കൊടുക്കണം. ഇനി ഇതിൻ്റെ നേർപകുതി എടുത്തിട്ട് ഇങ്ങനെ വേണം നമ്മൾ കുഴിച്ച് വരയ്ക്കാൻ. അപ്പം മുകളിൽ കുറച്ച് കുഴിയെടുത്ത് താഴത്തോട്ട് വന്ന് ചെറുതായിട്ടൊന്ന് കുഴിച്ച് ഇങ്ങനെയാണ് നമ്മൾ കൈക്ക് കുഴിവുണ്ടാക്കുന്നത് കേട്ടോ. ഇത്രയേ ഉള്ളൂ കഴിയുടെ. നമുക്ക് വെട്ടിയെടുക്കാം. കൈ കിട്ടിയിരിക്കുന്നത് നമ്മളിത് ആ 3 ഇഞ്ച് ഞെറുവിട്ടിട്ടാണ് അടിക്കുന്നത്. അപ്പം അതൊന്ന് അടയാളപ്പെടുത്തി ഒരടയാളം വെട്ടി വെച്ചേക്കുക. അതുപോലെ തന്നെ കൈയുടെ നടുവശത്തിനും ഒരടയാളം വെച്ചിട്ടേക്കുക. ഇനി അടുത്തത് നമുക്ക് ബാക്കിലൊരു വള്ളി വെക്കണം. ഇത്രയും നീളം വീതി വേണ്ട, നമുക്ക് അടിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് അടിച്ചെടുക്കാം. ഇനി ഇത് ആ കസവ് എടുത്ത് ഫ്രണ്ടിൽ കഴുത്തിൽ ഒരു ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ടായിട്ട് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ആ കഴുത്തിൻ്റെ ഒരു 2 ഇഞ്ച് വീതി കൂടുതൽ എടുക്കണം. ആ ഒരളവ് വെച്ചാട്ടാണ് ഞാൻ എടുക്കുന്നത്. 3 കഴുത്തിൻ്റെ അതിൻ്റെ കൂടെ 2 വീതിയിൽ ഇച്ചിരി മടങ്ങിപ്പോവും. 2 ഇഞ്ച് വീതിയിൽ താഴത്തോട്ട്. കഴുത്തിൻ്റെ അളവ് നമ്മൾ സാധാരണ എടുക്കും പോലെ 3 വിഡ്ത്തും 4 ലെങ്ത്തും ഇട്ട് ആദ്യം അടയാളപ്പെടുത്തിയതിന് ശേഷം അതിന് ചുറ്റിന് 2 ഇഞ്ച് വീതിയിൽ 4 സൈഡിൽ ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കും. അപ്പോൾ അതേ ആ സൈഡ് ഫുള്ള് ഞാൻ 2 ഇഞ്ച് വീതിയിൽ ഒരു നീളം വരച്ചിട്ടുണ്ട്. അതിന് ശേഷം താഴെയും കറക്റ്റായിട്ട് 2 ഇഞ്ച്, അങ്ങനെ അതൊരു ബോക്സ് പോലെ ആക്കിയെടുക്കണം. ഇത് എൻ്റെ ഓൺ ഐഡിയയിൽ ഞാൻ ചെയ്യുന്ന കേട്ടോ. കഴുത്തിലൊരു ലെയർ ഈ കസവിൻ്റെ വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശരിയാവുമെന്ന് അറിയില്ല. അപ്പം ഞാൻ ആലിലക്കഴുത്താണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ഫ്രണ്ടിൽ വയ്ക്കാനായിട്ട് വെട്ടിയെടുത്തേക്കുന്നത്. കഴിഞ്ഞു. ഇനി നമുക്ക് തയ്ക്കാം. ആദ്യം തന്നെ നമുക്ക് കൈയുടെ ആദ്യം ഒന്ന് ചെറുതായിട്ട് പഫ് കൊടുക്കാം. ഒരു സൈഡിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. താഴെ നമ്മളിപ്പോൾ എവിടെ നിന്നാണോ കൊടുത്തത് അതിൻ്റെ ഓപ്പോസിറ്റ് കൊടുത്തു. പഫ് കൊടുത്തിട്ടുണ്ട്. ചെറിയ പഫാട്ട ഇടുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗത്ത് ഒരു കസവ് കൊടുക്കും.
മടക്കി അടിക്കുന്നതിന് വരെ നമുക്ക് കസവ് കൊടുക്കും. ഇങ്ങനെ കസവ് എടുത്തിട്ട് ഇത് ഇവിടെ ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ട് പോകാം. നല്ല വശത്തേക്ക് അടിക്കണം. അകത്തത് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇത് നല്ല വശം. അപ്പോൾ രണ്ട് വശം നന്നായിട്ട് തന്നെ ഇരിക്കും ഇങ്ങനെ നമ്മൾ അടിച്ച് കഴിയുമ്പോൾ. അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ ചീത്ത വശത്തിട്ട് അടിച്ചിട്ട് അത് തിരിച്ച് നല്ല വശത്തോട്ട് അടിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കൈ ഇരിക്കുന്നത്. നമ്മൾ രണ്ട് കൈയും അടിച്ചു കഴിഞ്ഞു കേട്ടോ. കൈ രണ്ടും അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കഴുത്തിൽ വയ്ക്കാനുള്ള കഴുത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു ഡിസൈൻ ജസ്റ്റ് ഒരു കുറച്ച് വീതിക്ക് ലേസ് പോലെ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള സംഭവം കേട്ടോ. അപ്പം ഇതിൻ്റെ സൈഡൊന്ന് അടിച്ചെടുക്കാൻ നോക്കണേ. അപ്പം ഇത് നല്ല വശത്താണ് അടിച്ചേക്കുന്നത്. ഈ ഒരു പീസ് എടുത്തിട്ട് അത് നമ്മൾ തിരിച്ചെടുത്ത് കഴിയുമ്പോൾ ഒരു തുണി വെച്ച് നമ്മൾ അടിച്ചിട്ട് തിരിച്ചിട്ടപ്പോൾ അതെ നമുക്കിങ്ങനെ കിട്ടി. ഇനി നമുക്കിതിൻ്റെ സൈഡൊന്ന് പതിച്ചടിച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ നല്ല തുണിയിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിന് നമ്മൾ ഫസ്റ്റ് ഇതിൻ്റെ നടുക്ക് വശം ഒന്ന് അടയാളപ്പെടുത്തിയിട്ടേക്കണം. നല്ല വശത്തേക്കാണ് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം ടോപ്പിൻ്റെ നല്ല വശം എടുക്കുക. അതിന് ശേഷം അതിൻ്റെ നടുക്ക് ഭാഗവും കറക്റ്റ് നടുഭാഗം നമ്മളൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ഈ നടുഭാഗവും ഒന്ന് അറ്റാച്ച് ചെയ്യുക. ഇനി 4 മൂന്ന് ഒന്ന് അടിച്ചു കൊടുക്കുക. ഏറ്റവും സൈഡ് തുമ്പെന്ന് നമ്മൾ അടിച്ചു കൊടുക്കണേ. ഇത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് 3 ഇഞ്ചാണ് കഴുത്തിന് വിട്ടിടുന്നത്. 4 ഇഞ്ച് ആലിര കഴുത്താണ് നമ്മൾ വെക്കുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെയാണ് വെട്ടേണ്ടത്. തൊട്ട് മുകളിൽ കൂടെ ഒന്ന് ഓക്കെ. കഴുത്ത് കിട്ടിയിട്ടുണ്ട്. സക്സസ് ആയിട്ടുണ്ട്. ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. എല്ലാം പഴയ തുണിയാണ് കേട്ടോ. ലൈനിങ്ങിന് ഞാൻ എടുത്തേക്കണതും പിന്നെ ഞാനിപ്പോൾ തയ്ക്കുന്നത് പഴയതാണ്. ഇത് നമുക്ക് വീട്ടിലിടാൻ വേണ്ടിയിട്ട് ഞാൻ തയ്ക്കണതാണ്. കര ഞാൻ വെട്ടിക്കളയാനായിട്ട് ലൈനിങ്ങിൻ്റെ, കാരണം ഇതിൽ നിഴലടിക്കില്ല. പിന്നെ കരയുള്ള ഭാഗം നമുക്ക് ഇച്ചിരി കട്ടിയിൽ കിട്ടുകയും ചെയ്യും. തിരിച്ചിട്ടിട്ട് ഒന്നടിക്കും. മറിച്ചിട്ടതിന് ശേഷം ഈ ലൈനിങ്ങിലോട്ട് ഈ തുണി ഈ നമുക്കിങ്ങനെ വന്നേക്കുന്ന തയ്യൽ തുമ്പ് അടിക്കണം. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പതിച്ചടിക്കാം. പതിച്ചടിച്ച് കഴിഞ്ഞപ്പോൾ അതേ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. നന്നായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ കഴുത്ത്. ഇനി അടുത്തത് ടോപ്പിൻ്റെ താഴെ വയ്ക്കുന്ന ലെയറാണ്. ചെറുതായിട്ട് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം. ഇതിലൊന്ന് മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിഭാഗം ഒന്ന് മടക്കി അടിക്കണം. അതിൻ്റെ അടിയും അടിച്ചിട്ടുണ്ട്. ആ പണി കഴിഞ്ഞു. പിന്നെ അടുത്തത് നമ്മുടെ വള്ളി 2 പിടിപ്പിക്കുന്നുണ്ട് പുറകിലായിട്ട്. അതിന് വേണ്ടിയിട്ട് ഈ വീതിക്കൊരു തുണി എടുത്തിട്ടുണ്ട്. അത് 2ആയിട്ട് മടക്കി അതിൻ്റെ ഈ മടങ്ങിയ ഭാഗം നമ്മൾ മടക്കി വെച്ചേക്കുന്ന ഭാഗത്തുനിന്ന് ഒന്ന് ചെരിച്ചെടുത്ത് നമുക്ക് അതിന് തുമ്പിന് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ എടുക്കാം. എന്നിട്ട് നേരെ അടിച്ചു പോകാം. ആ കോൺ ഷേപ്പിൽ വെട്ടിയത് അവിടെ നിന്ന്
ഈ തുമ്പങ്ങ് മുറിച്ച് കളയണം. അപ്പോൾ ഈ ഷേപ്പ്. അല്ലെങ്കിൽ ഒരു പേന വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ഭാഗത്തിൻ്റെ ഉൾവശം ഒന്ന് വിടർത്തിയിട്ട് ഇങ്ങനെ എടുക്കാം. ഈസിയായിട്ട് നമുക്ക് ചെയ്യാം. വന്ന് കഴിയുമ്പോൾ ഒന്ന് കോലൂരി തുമ്പത്ത് വെച്ചിട്ട് കോലൂരിയിട്ട് ഇങ്ങനെ തിരിച്ചെടുക്കാം. കണ്ടോ? ആ തുമ്പ് ഭാഗം നമ്മൾ കോൺ വെച്ച് ആ ഭാഗം ഇങ്ങനെ വരും. അപ്പം നമുക്ക് വള്ളിക്ക് തുമ്പിടാം. അതെ, വള്ളി റെഡി. കഴുത്ത് നമ്മൾ ഫ്രണ്ടിൽ അടിച്ചു വെച്ചില്ലായിരുന്നോ? അപ്പോൾ അതിൻ്റെ ഈ 2 സൈഡും, ഷോൾഡർ സൈഡും കൈയുടെ ഭാഗം ഒന്ന് അടിച്ചെടുക്കാം. അങ്ങനെ 2 വശം അടിച്ചിട്ടുണ്ട്. ഷോൾഡർ ജോയിൻ ചെയ്യിക്കണം. ഷോൾഡർ ജോയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് കഴുത്തടിച്ചപ്പോൾ പതിച്ചടിച്ചിട്ട് ഇങ്ങനെ ഷേപ്പ് കൊടുത്തിട്ടില്ല, പതിച്ചടിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ ഈ പീസുമായിട്ട്. അപ്പം അത് അടിക്കാത്തത് നമുക്കിത് ഷോൾഡർ ഇങ്ങനെ ജോയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ നമ്മൾ ഫ്രണ്ട് ഫുള്ള് ഫിനിഷ് ചെയ്തിട്ടുണ്ട്, അത് എടുത്തിങ്ങനെ വെക്കണം. എന്നിട്ട് ഇതിങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കണം. അടിച്ചതിന് ശേഷം നമ്മളൊന്ന് തിരിച്ചിട്ട് നോക്കണം കറക്റ്റാണോ നമ്മൾ അടിച്ചേക്കണേന്ന്. അപ്പോൾ കറക്റ്റായിട്ടാണ് നമ്മൾ അടിച്ചേക്കണേ. ഇതുണ്ടോ? അതുപോലെ അകത്ത് നമുക്ക് ഇങ്ങനെ നല്ല നീറ്റായിട്ട് കിട്ടും, ഒട്ടും കാണത്തില്ല. അപ്പം അതൊന്നോടെ ഒരു പ്രാവശ്യം അടിച്ചെടുക്കണം, അല്ലെങ്കിൽ വിട്ടുപോകും. നമ്മൾ 2 ഷോൾഡർ ജോയിൻ ചെയ്യിച്ചു. അതിന് ശേഷം നമുക്ക് കഴുത്തടിച്ചു കൊടുക്കണം. പരിപാടി ഷോൾഡർ ജോയിൻ ചെയ്തു, ബാക്കിയുള്ള കഴുത്തും അടിച്ചു. കഴുത്തൊക്കെ നന്നായി കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ട് കഴുത്തും നന്നായി തന്നെ കിട്ടിയിട്ടുണ്ട്. ഷോൾഡറൊക്കെ നല്ല വൃത്തിക്ക് ജോയിൻ ചെയ്യിച്ചിട്ടുണ്ട്. കൈ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷോൾഡറിൻ്റെ നല്ല ഭാഗം എടുത്ത് അതിൻ്റെ ഷോൾഡറിൻ്റെ അവിടെ വയ്ക്കണം. കൈ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ തുമ്പൊക്കെ ഒന്നിച്ചിങ്ങനെ പിടിച്ച് മടക്കി വെച്ചിട്ട് നമുക്കതിനെ ജോയിൻ ചെയ്യാനുള്ള നടുഭാഗം, ഓൾറെഡി ഞാൻ നടുഭാഗം വെട്ടിയപ്പോൾ തന്നെ വെച്ചിട്ടുണ്ട്, അവിടെ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് വെച്ച് നമുക്ക് ജോയിൻ ചെയ്യും. നല്ല വശവും കൂടെ. ആദ്യത്തെ ഭാഗം ജോയിൻ ചെയ്തതിന് ശേഷം അതൊന്ന് വിടിച്ചെടുത്തിട്ട് അടുത്ത ഭാഗം ആ കറക്റ്റ് പോയിന്റിൽ തന്നെ നമ്മൾ സൂചി കുത്തി വെച്ചിട്ട് വേണം ഇപ്പുറത്തോട്ടുള്ളതും അടിക്കാൻ. അല്ലെങ്കിൽ നമ്മൾ അടിച്ച് കഴിയുമ്പോൾ അവിടെ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ കറക്റ്റ് നമ്മൾ എവിടെയാണോ നിർത്തിയത് അതിന് തൊട്ട് മുന്നേ സൂചി കുത്തി വെച്ചിട്ട് വേണം നമ്മൾ കറക്റ്റായിട്ട് എടുത്ത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ. കറക്റ്റ് 2 വശത്തും പപ്പൊക്കെ വന്നിട്ടുണ്ട്. ഇനി അടുത്ത് താഴത്തെ ലെയർ പിടിപ്പിക്കാം. നല്ല വശവും കൂടെ വയ്ക്കണം. ഞൊറിവിട്ടേക്കുന്ന ആ അടിപ്പിന്ന് ഒരിച്ചിരി താത്തി വേണം അടിക്കാനായിട്ട്. അപ്പം അടുപ്പ് കാണാതിരുന്നോളൂ. ഒരു ലെയർ നമ്മൾ പിടിപ്പിച്ചു. ഇനിയുള്ള ലെയർ വരുന്നത് ഞാൻ ലെയർ അടിച്ചതിൽ കൂടെ ഒന്ന് പതിച്ചടിച്ചു കൊടുക്കണം. അങ്ങനെ 2 ലെയർ പിടിപ്പിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ജോയിൻ ചെയ്യിക്കാനുള്ളൂ. ജോയിൻ ചെയ്യിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് കൈയുടെ അളവ് നോക്കണം. ആദ്യം ഒന്ന് മാർക്ക് ചെയ്തിട്ട് അടിക്കുകയാണെങ്കിൽ ഷേപ്പ് അടിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇവിടെ 6.5 6.5 ഒരു വര അടിച്ചു കൊടുത്ത് ഇവിടെ 8.5 അപ്പോൾ രണ്ടും കൂടെ ഒന്ന് ഇങ്ങനെ ചരിച്ച് ഒരു വര വരച്ച് ജോയിൻ ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമുക്ക് വള്ളി വെക്കാനുണ്ട്. അപ്പോൾ വള്ളി വെക്കണത് ഒരു 15 ഇഞ്ച് വരുന്ന ഭാഗത്ത് ഉള്ളിലേക്കിട്ട് അവിടെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് അങ്ങനെ നമ്മുടെ തയ്യലെല്ലാം കഴിഞ്ഞു. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്.
ഇട്ട് നോക്കിയിട്ടോ, അത് ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതാണ്, ഒന്നും ചെയ്യാനില്ല, കറക്റ്റ് പാകമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.